ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഇതുപോലത്തെ ഒരു ബാറ്ററി പാക്ക് അല്ലെ, 4 വെച്ചുള്ളൊരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് എത്രയാണിത്? 4S1B ആണ്. 4 സീരീസ് 1P, ഒരു പാരലൽ കണക്ഷൻ ആണ് അല്ലേ. അപ്പൊ ഈ പാരലൽ കണക്ഷൻ കൂട്ടുന്തോറും, അതായത് ഇപ്പുറത്തെ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ എന്തായി, പാരലൽ കണക്ഷൻ കൂട്ടുന്തോറും ഒരു ബാറ്ററി പാക്കിന്റെ ആംബിയർ കൂടുകയും സീരിയൽ കണക്ഷൻ കൂട്ടുന്തോറും ഒരു ബാറ്ററി പാക്കിന്റെ വോൾട്ടേജ് കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം സീരിയൽ കണക്ഷൻ പഠിച്ചു, ഇന്ന് നമ്മളൊരു പാരലൽ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. പാരലൽ പാക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ കംപ്ലീറ്റ്ലി ഒന്ന് പാക്ക് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് പാക്കിംഗ് 2 ദിവസം ക്ലാസ്സിലായിരിക്കും നടക്കുന്നത്. നമ്മൾ ഇന്ന് ഒരു പാക്ക് ഉണ്ടാക്കി നമ്മൾ പറഞ്ഞ പോലെ വാർണിഷ് അടിച്ച് നമ്മൾ ഉണക്കാൻ വെക്കും. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ആ വാർണിഷ് അടിച്ച പാക്കിനെ എടുത്തിട്ട് നമ്മൾ ബാക്കി എന്താണ് ഇതിൻ്റെ അക്രാലിക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിനെ കവർ ചെയ്ത് 2 വയറിട്ട് ഔട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീഷൻ പാക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ക്ലാസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിലെ കണക്ഷൻ നിങ്ങളെല്ലാം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെ കൊടുത്തു? നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും 4 സെല്ല് കൊടുത്തു. എന്നിട്ട് ഇത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കണക്ഷൻ കൊടുത്തു. അടുത്ത് അവിടുന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് എടുത്തു. ഇങ്ങനെ ഇവിടെ 2 കണക്ഷൻ, ഇവിടെ ഇല്ല, ഇവിടെ ഒരു ക്രോസ്, നേരെ ബാക്കിൽ ഇവിടെ ഒരു ക്രോസ്. എന്നിട്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും വോൾട്ടേജ് നമ്മൾ ഔട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എത്ര ഓർമ്മയുണ്ടോ? ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ് 4 സെല്ല് മുമ്പ് LFP ആണ്. അപ്പം 4.65 ഇൻറ്റു എന്താണ് 4 14.6 വരും. അണ്ടർ വോൾട്ടേജ് 10 കട്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഐഡിയൽ വോൾട്ടേജ് ഒരു 13.6 13.7 ഒക്കെ വരും. ക്ലിയർ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് നോക്കുവാണ്. ഇതിനൊരു പാരലൽ കണക്ഷൻ ആക്കാൻ നോക്കുവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4S2P ആണ്. 4 സീരീസും 2 പാരലുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ IR ആദ്യം എല്ലാത്തിൻ്റെ വോൾട്ടേജ് സെയിം ആണോ നോക്കി, എല്ലാത്തിൻ്റെ IR വാല്യൂ സെയിം ആണോ നോക്കി നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ IR വാല്യൂ വോൾട്ടേജ് നോക്കിയില്ല, കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത പാക്കിന്നൊക്കെ വലിച്ചൂരി എടുത്ത് നമ്മൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്ന സെല്ലാണ്, അതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി പാക്ക് ഉണ്ടെങ്കിൽ ആദ്യം എല്ലാത്തിൻ്റെ വോൾട്ടേജ് സെയിം ആണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ IR വാല്യൂ സെയിം ആണോ നോക്കുക. ഒരേ IR വാല്യൂ ഒരേ വോൾട്ടേജ് ഉള്ള ബാറ്ററികൾ പാക്ക് ചെയ്യുക. ഒരേ വോൾട്ടേജ് ഇല്ലെങ്കിലും ബാറ്ററി പാക്ക് ചെയ്തിട്ടൊന്ന് ബാലൻസ് ചെയ്താൽ മതി. IR വാല്യൂ സെയിം ആക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് റിംഗ് ഒട്ടിക്കണം. നമ്മൾ നേരത്തെ എടുത്തതിൽ 3 റിംഗ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിൽ നമ്മൾ റിംഗ് ഒട്ടിക്കാൻ പോവാണ്. ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുള്ളൂ. ഓരോ വീഡിയോയുടെയും കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത വീഡിയോ. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ റിംഗ് ഒട്ടിച്ച് നമുക്ക് പോസിറ്റീവ് റിംഗ് മാറ്റി വെക്കാം. ഓക്കെ, ക്ലിയർ. ശരി, അപ്പോൾ ഇത്രയും സെല്ല് വന്നു. ഇപ്പം നമ്മളിനി ഈ സെല്ലിനെ, ഇതിപ്പോൾ എത്ര സെല്ല്? 2 4 6 1 7, ഒരു സെല്ലിവിടെ മാറി ഇരിപ്പുണ്ടേ, 8. ഓക്കെ, 8 സെല്ല്. അപ്പോൾ ഇവിടെ എത്ര സെല്ലുണ്ട്? മൊത്തം 8 സെല്ലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാ നോർമലി സീരിയൽ ചെയ്യുന്നത്? എങ്ങനെയാ? ഒരു പോസിറ്റീവ്, തൊട്ടടുത്ത് നെഗറ്റീവ്, അതിൻ്റെ അടുത്ത് പോസിറ്റീവ്, അതിൻ്റെ അടുത്ത് നെഗറ്റീവ്. ഇങ്ങനെയല്ലേ നമ്മൾ ആദ്യത്തെ പാക്ക് ഉണ്ടാക്കിയത്? അത് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയത് എങ്ങനെയല്ലേ? പോസിറ്റീവ്, തൊട്ടടുത്ത് നെഗറ്റീവ്, അതിൻ്റെ അടുത്ത് പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് കൂടി വന്നു അല്ലേ. ഇങ്ങനെ കയറി ഇങ്ങനെ വരും. പഴയ ടോർച്ചിന് പുറകിൽ ബാറ്ററി ഇടുന്ന പോലെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെയും വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ വോൾട്ടേജ് കൂടി വരും. നമ്മളിവിടെ വോൾട്ടേജും കൂട്ടുന്നുണ്ട്, ആംബിയറും കൂട്ടാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതിന് തൊട്ടടുത്ത് അതേപോലൊരു സെല്ല്, അതേ ഡയറക്ഷനിൽ സെല്ല്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇതിനടുത്ത് ഇങ്ങനെ സെല്ല് നെഗറ്റീവ്, ഇതിൻ്റെ അടുത്ത് പോസിറ്റീവ്, ഇതിനടുത്ത് നെഗറ്റീവ്. ക്ലിയർ? നമ്മളിങ്ങനെ വെച്ചു. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇന്നത് 2P ആണ്, 2 പാരലാണ്. ഇപ്പോൾ ഇവിടെ എത്ര ആംബിയർ കൂടി? ഇത് 6 ഇത് 6. അപ്പോൾ 12H 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ്. 12H 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക്. സാധാരണ നിങ്ങൾ അങ്ങനെയൊക്കെ എന്താണ് ആമസോണിൽ കണ്ടിട്ടില്ല. അത് ഇങ്ങനൊരു ബാറ്ററി പാക്കാണ് കേട്ടോ. 12 വോൾട്ട് 12H. ഇനി അത് നമുക്ക് എന്താണ് ഒരു ആംബിയർ കൂടെ കൂട്ടണം. 18H ആകണമെങ്കിൽ ഒരു സെല്ലും കൂടെ വെക്കുക. താങ്കൾക്കു ലിഥിയം ബാറ്ററി ടെക്നോളജി പഠിച്ച് നല്ലൊരു ജോലിക്ക് മാറാനോ, അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞതും കൂടുതൽ ലാഭം തരുന്നതുമായ ഒരു ബിസിനസ് തുടങ്ങാനാണോ ആഗ്രഹം? ഈ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇൻവെർട്ടർ ലിഥിയം ബാറ്ററിയും
ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററിയും നിർമ്മിക്കാനും റിപ്പയർ ചെയ്യാനും പഠിക്കും. ഈ 2 മാസത്തെ ക്ലാസ് പൂർത്തിയാക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടെ 15,000 വിലയുള്ള ലൈഫ് ടൈം കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പും ഫ്രീ ആയി ലഭിക്കും. ലിഥിയം ബാറ്ററി ടെക്നോളജി കോഴ്സ് ഓഫർ ഫീസ് അവസാനിക്കാറായി. ഓഫർ തീരുന്നതിന് മുമ്പ് വെറും 1499 രൂപയ്ക്ക് ജോയിൻ ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഓരോ ഔട്ട്പുട്ട് എടുക്കണം അല്ലെ? ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കണം, ഇവിടെ നിന്നും ഒരു ഔട്ട്പുട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വാർണിഷ് അടിക്കാം. ഇതിനകത്ത് എങ്ങനെ വാർണിഷ് അടിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് വാർണിഷ് അടിക്കുന്നത്? ഇത് തുരുമ്പാവാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർണിഷ് അടിക്കുന്നത്. അത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചെറിയ പല്ലിയേക്കുന്ന ബ്രഷ് എടുത്തിട്ട് ടിന്നർ മുക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവും കേട്ടോ. അല്ലാതെ നമ്മൾ ഇത്ര പിടിച്ചാൽ ആവത്തില്ല. പറ്റി നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവും. റിമൂവ് വേണ്ടി എപ്പോഴാണ്? നമുക്ക് സർവീസിന് വരുമ്പോൾ. ഓക്കെ, അപ്പം ചില ആൾക്കാരൊക്കെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്കറോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഗ്രീൻ കളർ പേപ്പറോ ഇൻസുലേഷൻ പേപ്പറോ കൂട്ടിക്കും. പക്ഷെ അതൊക്കെ കുറച്ച് കാലം നമുക്ക് ഒരുപാട് സർവീസിന് വരുന്ന പാക്കിൽ അങ്ങനെ തുരുമ്പ് കണ്ടാ വരുന്നത്. കൂടുതലും ഇവിടെ നിന്നൊക്കെ ഒടിഞ്ഞു പോകും തുരുമ്പ് വന്നിട്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒടിഞ്ഞു പോയിട്ട് പിന്നെ സർക്യൂട്ട് കറക്റ്റ് ആവും. അപ്പം വാർണിഷ് നല്ല രീതിയിൽ അടിച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വാർണിഷും കൂടെ അടിച്ച് വെക്കുന്ന ചെയ്തിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വാർണിഷ് ഉണങ്ങിയ ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഇതിലേക്ക് വാർണിഷ് പൂശുന്ന പരിപാടി നോക്കാം. ഇത് വാർണിഷാണ്, അറിയാലോ. വാർണിഷ് എന്താണെന്ന് അറിയാത്തവർക്ക് എന്താണ് ഈ നമ്മുടെ തടിയുടെ ഒക്കെ മുകളിൽ പോളിഷ് ചെയ്തിട്ട് നമ്മൾ പൂശത്തില്ല. ഇത് പൂശി കഴിയുമ്പോൾ ഒരു കോട്ടിങ് പോലെ നിൽക്കും. ആ കോട്ടിങ് ഇളക്കാൻ നമുക്ക് ടിന്നറും വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചിലപ്പം തേക്കുമ്പോൾ എന്തെങ്കിലും ഉയർന്ന മുകളിലോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ അല്പം പഞ്ഞെടുത്ത് തൂത്തുകഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ ടിന്നറും വാർണിഷും ഈ ഒരു പരിപാടിക്ക് വേണം. പിന്നെ സർവീസിന് വരുമ്പോൾ നമുക്ക് ടിന്നറിൻ്റെ ആവശ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാർണിഷ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്രഷ് എടുക്കുന്നില്ല, കാരണം ഒരു പ്രാവശ്യം ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണത് ഈ വാർണിഷ് പിടിച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് അങ്ങ് പോകും. 10-30 രൂപ വെറുതെ വേസ്റ്റ് ആവും. അങ്ങനെ ചെറിയ പാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ബനിയൻ വേസ്റ്റ് എടുത്ത് അതിൽ മുക്കി ഇതിലൊരു കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഒരു വലിയ പാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യും ബ്രഷ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് ഫുൾ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ നമുക്ക് തേക്കുമ്പോൾ കറക്റ്റായിട്ട് സ്പ്രെഡ് ആവും. ഇത് ചിലപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ നമ്മൾ വലിയ പാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 30 രൂപ മുടക്കാവുന്ന സാഹചര്യം, അല്ലെങ്കിൽ 30 രൂപയ്ക്ക് മുടക്കാനും നഷ്ടമില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. മൾട്ടിമീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറക്കാം. ഓക്കെ, അപ്പോൾ വാർണിഷിൽ 2 ടൈപ്പ് വാർണിഷ് ഉണ്ട്. ഒന്ന് ക്ലിയർ, പല ടൈപ്പ് ഉണ്ടാവും, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. എന്നാലും ക്ലിയർ വാർണിഷും ഉണ്ട്, ഇത് കളറും ഉണ്ട്. ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ കോട്ട് ആണെങ്കിൽ വാർണിഷ് അടിച്ചായിട്ട് തോന്നില്ല. ഇതാകുമ്പോൾ ചെറിയൊരു എന്താണ് ഒരു യെല്ലോ ഷെയ്ഡ് വരും. അപ്പം ഇതിപ്പം ക്ലിയർ അല്ല, മറ്റേതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഒരു അല്പം എടുക്കുക, ഇതിലിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ എൻഡ് വരെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ വാർണിഷ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു കോട്ടിങ് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈഡ് മൊത്തം കോട്ട് ചെയ്തു. ഇനി ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് വേണം അപ്പുറത്തെ സൈഡ് കോട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിനെങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാക്കിയിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ചെയ്ത് സൈഡിലേക്ക് സാധനം അല്പം ഊർന്നിറങ്ങും. കറക്റ്റ് നമ്മുടെ ഇത് ചെയ്യുന്നതിന് ഉദ്ദേശം ഒരു ഓക്സിഡേഷൻ നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഉണ്ടാവില്ല. ആ ഒരു പർപ്പസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ആവില്ല. വീഡിയോ ക്ലാസ് ഒക്കെ വേണ്ടി ചെയ്തുകൊണ്ടിങ്ങനെയാണ്. പ്രൊഫഷണൽ ചെയ്യുമ്പോൾ മറിച്ച് വെച്ച് തന്നെ ചെയ്യുക. ശകലം സമയം കഴിയുമ്പോൾ ഉണങ്ങും. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ.